ചരിത്രത്തെ, എന്തിന് ശാസ്ത്രത്തെ പോലും വളച്ചൊടിക്കുകയും ഹിന്ദുത്വവൽക്കരിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ 11 കൊല്ലമായി കൃത്യമായ അജണ്ടയോടുകൂടി ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങളിൽ പോലും ഇന്ത്യയുടെ ചരിത്ര സംഭവങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു RSS സ്വേച്ഛാധിപത്യവൽക്കരണം നടക്കുന്നുവെന്നതും സുവ്യക്തം. വളർന്നു വരുന്ന തലമുറയെ ഹിന്ദുത്വവൽക്കരിക്കുക എന്ന ഒരേയൊരു ലക്ഷ്യം മാത്രമാണ് അതിന്റെ പിറകിലുള്ളതെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്ത്യയെ അഖണ്ഡ ഭാരതമാക്കാനായി വിറളി പിടിച്ചോടുന്ന കേന്ദ്ര ഭരണാധികാരികൾ ഈ പ്രക്രിയ നടപ്പിലാക്കുവാനായി മിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗവർണർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ന് വരെ കാണാത്ത ഗവർണർമാരുടെ ഷോ ഓഫും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലുള്ള അഭിപ്രായങ്ങളും പ്രസംഗങ്ങളും പോലും ഇപ്പോൾ സർവ്വസാധാരണം തന്നെ. ഈ ഗവർണർ ഗണത്തിലേക്ക് കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് കാവിനുള്ളിൽ കെട്ടിയയച്ച PS ശ്രീധരൻപിള്ള എന്ന അമാന്യ വ്യക്തി അടിയന്തരാവസ്ഥയിൽ CPIM രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നത് പിണറായി വിജയൻ വായിച്ചറിയണമെന്ന് താക്കീത് പോലെ പ്രസംഗിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ശ്രീധരൻപിള്ളയ്ക്കുള്ള മറുപടി തരാൻ ഈ ജനറേഷനിൽപ്പെട്ടവർ തന്നെ ധാരാളം മതിയെന്നും പിണറായി നേരിട്ട് പറയേണ്ടതില്ല എന്ന ആമുഖത്തോടെ കാര്യത്തിലേക്ക് കടക്കട്ടെ. അടിയന്തരാവസ്ഥയുടെ കാലത്ത് മൃഗീയമായ പോലീസ് മർദ്ദനത്താൽ ചോരയിൽ മുങ്ങിയ ഷർട്ടുമായി നിയമസഭയിലെത്തിയ 26 വയസ്സുകാരനായ നിയമസഭാ സാമാജികനെ ശ്രീധരൻപിള്ള മറന്നാലും കേരളം മറന്നിട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുയർത്തിയ ആ യുവാവിന്റെ പേര് പിണറായി വിജയൻ. പിണറായി വിജയനും TP രാമകൃഷ്ണനും വൈക്കം വിശ്വനും EP ജയരാജനും MA ബേബിയും MV ഗോവിന്ദനുമടക്കം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പ്രവർത്തകരുമായി നിരവധി പേരാണ് ഇന്നും അടിയന്തരാവസ്ഥ നൽകിയ ഉണങ്ങാത്ത മുറിവുകളുമായി ജീവിക്കുന്നത്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നെഞ്ചുവിരിച്ചു തന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അടിയന്തരാവസ്ഥയെ ചെറുത്തത്. അടിയന്തരാവസ്ഥ കാലത്ത് പത്രസ്വാതന്ത്ര്യത്തിന് വിലക്കായിരുന്നിട്ടും ഇന്ദിരാഗാന്ധിയുടെയും അവരുടെ ഗവൺമെന്റിന്റെയും ജൽപ്പനങ്ങളെ എതിർത്തുകൊണ്ട് അച്ചടിച്ച മലയാളത്തിലെ ഒരേയൊരു പത്രം CPIM മുഖപത്രമായ ദേശാഭിമാനിയാണെന്നത് ഷാ കമ്മീഷൻ റിപ്പോർട്ടിലടക്കം രേഖപ്പെടുത്തിയ സാക്ഷ്യം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ RSSന്റെ സർസംഘചാലകായിരുന്ന ബാലാസാഹേബ് ദേവരസ് അടിയന്തരാവസ്ഥയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയ ചരിത്രവും കത്തിന് മറുപടി ലഭിക്കാതായപ്പോൾ 1975 നവംബർ 10 വീണ്ടും എഴുതിയ കത്തിൽ തങ്ങൾക്ക് ഈ പ്രക്ഷോഭങ്ങളിലൊന്നും പങ്കില്ല എന്നും RSS നിരോധനം പിൻവലിച്ചാൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 20 ദിന പരിപാടി വിജയിപ്പിക്കാമെന്നൊരു വാഗ്ദാനവും നൽകിയതും ശ്രീധരൻപിള്ളയുടെ സ്വന്തം RSS ആണ്. കഴിയില്ല ഒരു നിമിഷം കൂടി. അടിയന്തരാവസ്ഥ കാലത്ത് CPIM ഒന്നും ചെയ്തിട്ടില്ല എന്ന കഥയുമായി ശ്രീധരൻപിള്ളയ്ക്ക് കൊടുത്ത അതേ സ്ക്രിപ്റ്റ് തന്നെ RSS കേരള ഗവർണർക്കും നൽകിയിട്ടുണ്ട്. ആർലേക്കറുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസംഗങ്ങളിൽ നിന്നും അത് വ്യക്തവുമാണ്. ശ്രീധരൻപിള്ളയുടെയും ആർലേക്കറുടെയും ഇത്യാദി പരിപ്പുകൾ കേരളത്തിൽ വേവില്ല എന്ന ബോധ്യം ഇനിയെങ്കിലും ഉണ്ടായാൽ നന്ന്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കികളായിരുന്ന RSS സൗകര്യപൂർവ്വം ദിനം പ്രതി നിർമ്മിക്കുന്ന ചരിത്ര കഥകളോടൊപ്പം അടിയന്തരാവസ്ഥയെ ചേർത്തു വെക്കാമെന്നത് നടക്കാത്ത, ജനങ്ങൾ നടത്തിക്കാത്ത സത്യമാണ് എന്നത് ശ്രീധരൻപിള്ള ഓർത്തു വെച്ചുകൊള്ളുക. മാത്രമല്ല, കേരള ജനത താങ്കളെ തന്നെ മറന്നുപോയിരിക്കുകയാണ്. ഇവിടെയുണ്ട് താൻ എന്ന് ഓർമ്മിപ്പിക്കാനായാണ് ഇത്തരം അടിസ്ഥാന വിരുദ്ധമായ പ്രസംഗങ്ങൾ നടത്തുന്നത് എങ്കിൽ മനഃപൂർവ്വം അങ്ങോട്ട് കേരളം മറന്നുകളയും എന്നതുകൂടി ഓർക്കുക.